ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതിൽസ് വേൾഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ പറയണേ 100 സബ്സ്ക്രൈബേഴ്സ് മൈൻഡ് ചെയ്തില്ല. 5 പൈസ സബ്സ്ക്രൈബേഴ്സ് പോലും വന്നില്ലേ. കഷ്ടമുണ്ട്. ഈ എന്നെ ചാനലുകൾക്കും ഇഷ്ടമില്ലേ? നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് 2 ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുഴുവിനെയൊക്കെ വറുത്തടിക്കാനാണ്. ഇവിടെ വിട്ടിലൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. കൊഞ്ച് പാറ്റ വരെ ഉണ്ട് ഫ്രണ്ട്സ്. പാറ്റ തവള പൊരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനെ കാണിക്കാൻ പറ്റില്ല. കണ്ടോ ഫ്രണ്ട്സ്, വിട്ടില് പാറ്റ. ഇതാണ് അവിടുത്തെ സ്നാക്സ്. പക്ഷേ അവർ കഴിക്കൂലെന്നേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതാണ് അതിൻ്റെയൊക്കെ വിലയാണ് ഫ്രണ്ട്സ്. 20 ബാത്ത് 50 ബാത്തൊക്കെ വേണം. എനിക്ക് എൻ്റെ അടുത്തൊരു ബെറ്റ് വെച്ചാൽ ഫ്രണ്ട്സ്, കുണ്ടാളം മുഴുവൻ കഴിച്ചാൽ 20 രൂപ തരാമെന്ന്. ഞാൻ പറ്റൂല, എനിക്ക് ആ 100 രൂപയെങ്കിലും തരണം ബാത്ത് ഫ്രണ്ട്സ്. 100 ബാത്തെങ്കിലും തരണം. അപ്പോൾ അവിടുന്ന് ഒന്നുമില്ല, ബാക്കി അവരുടെ വെച്ചാന്ന്. ഞാൻ നൈസ് വെച്ച് സൂപ്പറാണെന്ന് പറഞ്ഞ് 20 ബാത്ത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നൈസ ഞാൻ തുപ്പിക്കളി ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രീ ആയിട്ട് 20 രൂപ കിട്ടിയിരിക്കുന്നു ഫ്രണ്ട്സ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൊണ്ട് തരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ 20 റുപ്പീസ് നോ ബാത്ത് കിട്ടിയിരിക്കുന്നു. ഇനി ഇത് വാക്കിംഗ് സ്ട്രീറ്റ് ആയിരുന്നു ഫ്രണ്ട്സ് നേരത്തെ കാണിച്ചിരുന്നത്. ഇത് വെറും ഇൻട്രോ, വരാൻ പോകുന്നിട്ട് വരുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത് തേളിനെ കഴിക്കാൻ നോക്കിയതാണെങ്കിൽ ഒടുക്കത്തെ കട്ട് ചെയ്യേണ്ട ഇതിന്. ഇപ്പോൾ ഈ തേളിനെ പിടിക്കുന്നവർക്ക് ഒടുക്കത്തെ പണക്കാരാണ് ഫ്രണ്ട്സ്. 82 കോടി രൂപയാണ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ പട്ടായയിലെ ഹോട്ടലാണ്, ബുവലി പത്തായ. അവിടുന്ന് നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ഇതെൻ്റെ അമ്മ എടുത്തത്. അങ്ങറ്റിരിക്കണ മുട്ട സാധനം ഞാൻ എടുത്തത്. അവിടെ പോയി എന്തെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഇത് അവിടുത്തെ ജ്യൂസും ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അവിടുന്ന് മുട്ട എടുത്ത്, പുഴുങ്ങിയ മുട്ട വരെ ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ. ഇതിന് റൊട്ടി ഒടുക്കത്തെ കട്ടിയാണ് കഴിക്കുക. കട്ടിയല്ല, പെട്ടെന്ന് വരൂല. എല്ലാം അമ്മ തുറന്ന് കാണിച്ചത്. ഇതാണ് പേര് ഫ്രണ്ട്സ്. ഇത് എന്നാത്ത സാധന എനിക്കറിഞ്ഞൂടാ. വേറെ സാധനം വന്നിട്ടുണ്ട്, ബിരിയാണി. എന്നിട്ട് സോസ് ഉണ്ട് ഇവിടെ, സോസേജ്. എന്നിട്ട് കമ്മിങ്, വാട്ട് ഈസ് നെക്സ്റ്റ് കമ്മിങ് ഞാൻ പറയുന്നു, ഒട്ടും കിടില്ല. ചുമ്മാ പറയാം ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് നമ്മളാണെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോവുകയാണ് ഫ്രണ്ട്സ്. നമ്മളവിടുത്തെ പോയിട്ട് വണ്ടിയേ അല്ല, ഇത് പൊപ്പുരി വണ്ടിയാണ് ഫ്രണ്ട്സ് ഓരോന്നും. നമ്മളിപ്പോൾ പോയിരുന്നു കോറൽ ഐലൻഡിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ മഴയേ തുടങ്ങി. അപ്പം നമ്മൾ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോയി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കോറൽ ഐലൻഡിൽ പോവായിരുന്നതായിരുന്നു. ഒടുക്കത്തെ മഴ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്നും ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി. അവിടെ നമ്മൾ 1 മണിക്കൂർ ഫ്രണ്ട്സ് വെയിറ്റ് കയറാൻ വേണ്ടി. അങ്ങനെ 1 മണിക്കൂർ അത് കൂടുതലെടുത്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അവർക്കെല്ലാത്തിനും ധൃതി എല്ലാത്തിനും നടക്കും. അവർ വിചാരിച്ച് നമ്മൾ കാണിച്ചിട്ട് എങ്ങനെ പോകുന്നു. നമ്മളെ വിടുക. മാനേജ്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞ് നമുക്ക് 2 ദിവസം ഇവിടെ മാത്രം പോയാൽ മതി, എവിടെയും പോണ്ട. ഇവിടെയാണ് നമ്മളെ കുണ്ടളം പുഴുവും തേളും എല്ലാ സാമാനങ്ങളും ഉള്ളത് ഫ്രണ്ട്സ്. ഇവിടെയാണ് നമ്മൾ ഷോപ്പിങ്ങും ഉള്ളത്. പുഴു എന്തോന്നായിരുന്നു, മാംഗോ സ്റ്റിക്കി റൈസ്, അതൊക്കെ. പിന്നെ നമ്മൾ ആരാധകയായിരുന്നു. ഈ ബോട്ടിൽ കൂടെ പോയപ്പോൾ ഈ കരയുടെ അടുപ്പിച്ചിട്ട് ചെറിയ തോണിയിലൊക്കെ ഈ സാധനം വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഗായ്സ്. ഏത് സ്ഥലമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഫ്രണ്ട്സ് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുമെന്ന് പറഞ്ഞില്ല, അത്
നമ്മൾ ഈ ഇപ്പം കണ്ടില്ലേ, അവിടെ മാത്രം നിന്നുകൊണ്ടിരുന്നു. ഇത്ര ഭാഗം ഇത്ര ഭാഗം മാത്രം നിന്നുകൊണ്ടിരുന്നു. അല്ല, ഇത്ര ഭാഗം മാത്രം നിന്നുകൊണ്ടിരുന്നു. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ ഇത്ര ഉള്ളതെന്ന് വിചാരിച്ചാൽ അവിടെ നിന്നുകൊണ്ടിരുന്നു ഫ്രണ്ട്സ്. എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ പോയപ്പോഴല്ലേ അറിഞ്ഞത് ഇഷ്ടം പോലെ. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പോയി തോക്ക് വാങ്ങിച്ചേ ഫ്രണ്ട്സ്. മുതലയുടെ തലയൊക്കെ ഒരു ഒട്ടിച്ച് വെച്ചിരിക്കുന്നു തോന്നുന്നു. ഒരു തോക്ക് വാങ്ങിച്ചേ. എന്നിട്ടാണെങ്കിൽ അത് എടുത്ത് അവരാണെങ്കിൽ 250 ബാത്തായിരുന്നു. അപ്പോഴത്തേക്കും അവരാണെങ്കിൽ എനിക്കത് 200 ബാത്തിന് തന്നു. തേളിനെ കുത്തിച്ചിട്ട് കണ്ടോ ഫ്രണ്ട്സ്, ലോലിപോപ്പ് അവരുടെ തേളിൻ്റെ ഒരു തുള്ളി വിഷത്തിനാണ് 87 കോടി രൂപ. അപ്പം ഇതിന് 150 ബാത്താണ്. അവിടെ വന്ന യൂട്യൂബർ ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്നോട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു. ഇത് ക്രൊക്കഡൈലിൻ്റെ ഇറച്ചി ഗൈസ്. കഴിക്കാൻ തോന്നി, വാക്കിയെടുത്ത് വെച്ച് ഒടുക്കത്തത്, എത്ര കടിച്ചാലും പറഞ്ഞില്ല. അങ്ങനെ അതിനെ കൊണ്ട് തോറ്റി. ഇവിടെ വേറെ ക്രൊക്കഡൈലാണ്, 50 ബാത്താണ് ഫ്രണ്ട്സ്. പിന്നെ അത് ക്രൊക്കഡൈലിൻ്റെ കുഞ്ഞിനൊക്കെ മുട്ടയെന്ന് വിരിഞ്ഞ് വരുന്നവരെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ മണ്ടയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ക്രൊക്കഡൈലിനെ ഇതിനകത്ത് ചതനോ, ഞാൻ അവിടെ നിന്ന് എന്തൊരു മുട്ട സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. എണ്ണാത്ത ചതനോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 50 ബാത്ത് 100 ബാറ്റ്സ് ഒക്കെ ആയിരുന്നു ആ മുട്ട പോലത്തെ സാധനത്തിന്. ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന മുട്ടയ്ക്കകത്ത് എന്തെങ്കിലും വെച്ച പോലെ. ഇത് കൊഞ്ചാണ് ഫ്രണ്ട്സ്. നോക്കൂ, കൊഞ്ച് 50 ബാത്ത്. ഞണ്ടും തവളയും ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞണ്ടാണ് ഫ്രണ്ട്സ് അവിടെ ഈ ഞണ്ടും കൊഞ്ചും. ഇത് പിന്നെ ഏതായിരുന്നു? പിഗിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. പിഗിൻ്റെ മീറ്റാണ് ഫ്രണ്ട്സ് ഇത്. ഇവിടെ വന്നിട്ട് ഇതൊരു ജ്യൂസിൻ്റെ കടയായിട്ടാണ്. ഇത് മറ്റേ കടയല്ലേ, നാറ്റുള്ള ഫ്രൂട്ടിൻ്റെ കട. എന്നിട്ട് ജ്യൂസ് കടയായിരുന്നു. അവിടുത്തുള്ള ഒരു ഇതെല്ലാം വെച്ചിരിക്കും, കഴിക്കില്ല. അത് തന്നെ നമ്മളവിടെ വന്ന് ഇരുന്നപ്പോഴാണെങ്കിലേ ഫ്രണ്ട്സ്, ആ തോണിയിലുള്ളവരും അവരുടെ കടയിൽ നിന്ന് മേടിക്കാത്തതുകൊണ്ട് നമ്മൾ നോക്കി പേടിപ്പിച്ച് അവരെല്ലാവരും നമ്മളെ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അവരാണ് ഏറ്റവും നോക്കി പേടിപ്പിച്ചത് നമ്മളെ. അപ്പോൾ നമ്മളും നോക്കി ഇങ്ങനെ പേടിപ്പിച്ചില്ല ഫ്രണ്ട്സ്. എന്താണെങ്കിൽ എൻ്റെ അപ്പോഴത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു, അങ്ങനെ പറഞ്ഞു മാംഗോ സ്റ്റിക്കി റൈസ് മേടിക്കുകയാണ് ഫ്രണ്ട്സ് ഇവിടെ. എൻ്റെ അമ്മ പറഞ്ഞു ഇഷ്ടമുള്ള റൈസും ഇതൊക്കെ എക്സ്ട്രാ വേണമെന്ന്. അവിടെ നിന്ന് അവരങ്ങനെ തന്നു ഫ്രണ്ട്സ്. അവിടെ പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം കഴിച്ചിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസാണ് ഫ്രണ്ട്സ്. നമ്മളടുത്ത് പുഴും തേളിനും കഴിക്കാൻ പോയാണ്. പപ്പ പറഞ്ഞ് എന്തെങ്കിലും വേണമെന്ന് മേടിച്ച് കഴിഞ്ഞു. പപ്പ പുഴു എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് വായിക്കുന്നിട്ട് ചവയ്ക്കാൻ പോകണം ഫ്രണ്ട്സ്. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ പുൽച്ചാടി ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓറാങ്കുട്ടീനൊക്കെ അതിനെ കിടക്കാൻ വരുന്നേ ഉള്ളൂ. നേരത്തെ ഒരു 100 ചോദിച്ചു, ഒരു 50 താഴെ പ്ലീസ്. സബ്സ്ക്രൈബ്, ഒരു ലൈക്ക് 500 മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ, വൈൻഡ് അപ്പ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.